ചുരുക്കം ചില നിമിഷങ്ങൾ ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നമ്മൾ പോകുകയാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭ സമയം മുതൽ അതിൻ്റെ നിൻ്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിക്കുക, എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചിരണമേ. അടുത്ത വാക്യം, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. അടുത്ത 71 വാക്യം, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടത എപ്പോൾ നോക്കിയാലും കഷ്ടത. ആരോട് ചോദിച്ചാലും ഉടനെ പറയുന്നൊരു പദമാണ്, ഒന്നും ഒരു സുഖവും ഇല്ല പാസ്റ്റർ, ഒരു കഷ്ടതയോ ഈ ഒരു ഗതികേട് വരുമെന്ന് വിചാരിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പലവിധമായ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ പറയുന്ന വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലൂടെ, പ്രതിസന്ധിയിലൂടെ, കഷ്ടത എന്ന് പറയുന്നത് നമുക്ക് അതിനേക്കാൾ ഏറ്റവും നല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. ആരോട് ചോദിച്ചാലും, പാസ്റ്റർ എന്നല്ല, വിശ്വാസി എന്നില്ല, കുഞ്ഞിനോട് ചോദിച്ചാലും അവനും പ്രതിസന്ധി ഉണ്ട്. ആരോട് ചോദിച്ചാലും പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെയാണ്. അതാർക്കും മാറ്റങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. അച്ഛനെന്നോ കപ്പ്യാരെന്നോ പാസ്റ്ററെന്നോ പാസ്റ്ററിൻ്റെ വൈഫാണെന്നോ ബാൻഡ് 6 ആണെന്നോ 7 ആണെന്നോ മുള്ളറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണോന്നോ ഒന്നുമില്ല. ആർക്കും പ്രതിസന്ധി ഉണ്ട്. പ്രതിസന്ധികൾ 119 സങ്കീർത്തനം 71 വാക്യം ആസ്പദമാക്കി ഇന്ന് പകൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ഇന്ന് പകലിൽ ആ കഷ്ടത തന്ന ദൈവത്തെ ഓർത്ത് സ്തോത്രം. കേട്ടപ്പോഴേ മനസ്സിലായി കഷ്ടത ആർക്കും വേണ്ട. പക്ഷേ ഇങ്ങനെ ഒരു കഷ്ടതയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളോടെ കടന്നു പോയത് കൊണ്ടാണ് ഇന്ന് പകലിലും ആത്മാവിൽ ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള കഷ്ടതകളുടെ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് വിശ്വാസത്തിൽ ഓരോ ദിവസവും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, കഷ്ടതയില്ലായിരുന്നെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കഷ്ടതയില്ലായിരുന്നെങ്കിൽ, ഈ പ്രതിസന്ധി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. 100%. നമുക്കൊരു എക്സാം ഉണ്ടെങ്കിലേ നന്നായി സ്റ്റഡി ചെയ്യത്തുള്ളൂ. ശരിയാണോ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ പോകാൻ, ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ ദിവസവും ഞാൻ ആരോടെ പറഞ്ഞു, എനിക്ക് പഠിക്കാം. ഇവിടെയുള്ള പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നത് കാണുമ്പോൾ ചുമ്മാ അങ്ങ് പോയാൽ മതിയല്ലോ. രാവിലെ ബാഗ് ഇടുക, പോകുക. പഠിക്കണോ വേണ്ടേ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഒന്നും അറിയണ്ട, രാവിലെ അങ്ങ് പോയാച്ചാൽ മതി. പഠിക്കാൻ ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ എക്സാം വരുമ്പോഴാണ് ഈ എല്ലാ ദിവസവും രാവിലെ ബാഗും തൂക്കിയും പോയതിൻ്റെ പ്രശ്നം വരുന്നത്. അവിടെയാ കഷ്ടത വരുന്നത്. ആ കഷ്ടത വരുമ്പോഴേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാധുര്യം കാണത്തുള്ളൂ. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടത വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഇന്ന് പകലിൽ പറയണം, കർത്താവേ ആ കഷ്ടത എൻ്റെ ജീവിതത്തിനകത്ത് വരുത്തിയതിന് നന്ദി. കാരണം പിന്നത്തേതിൽ ഏറ്റവും മഹത്വകരമായ, ഏറ്റവും പ്രത്യാശയേറിയ, ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം അതിൻ്റെ അപ്പുറത്തുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ പറയണം, കർത്താവേ ഈ കഷ്ടതയ്ക്കകത്തൂടെ കടന്നു പോയത് കൊണ്ടാണ് നിന്റെ വചനം പഠിക്കാൻ എനിക്കിടയായത്. ഈ കഷ്ടതയുടെ അകത്തുകൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കൂടുതലായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഈ കഷ്ടതയുടെ അകത്തുകൂടെ ഞാൻ പ്രതിസന്ധിക്കകത്തൂടെ പോയത് കൊണ്ടാണ് ദൈവത്തോട് കൂടുതലായിട്ട് ഞാൻ അടുക്കുവാനിടയായി തീർന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഒരിക്കലെങ്കിലും ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെ അല്ലല്ലോ പ്രാർത്ഥന നടത്താറുള്ളത്. ഒന്ന് ഹോസ്പിറ്റലിൽ കയറട്ടെ, ഒന്ന് വയ്യാതെയായിപ്പോട്ടെ, മുൻപോട്ട് പോകുവാൻ ഒരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിനകത്ത് നിൽക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുമോ? അത് ക്ഷയിക്കുമോ? ശക്തി കൂടും. അപ്പോൾ പറയണം, കർത്താവേ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് 138 വാക്യപ്രകാരം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് പകലിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസത്തിൻ്റെ മധ്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, പറയണം, കർത്താവേ ആ കഷ്ടതയുടെ നടുവിലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. കഷ്ടതയുടെ നടുവിനകത്ത് പെട്ടുപോകാനല്ല, കഷ്ടതയുടെ അകത്ത് നീറിപ്പുകഞ്ഞ് അവസാനിക്കാനല്ല എന്നെ ദൈവം വിളിച്ചത്. കഷ്ടതയുടെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു ദിവസമുണ്ട്. അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. സദൃശവാക്യം 24 10 വാക്യം ഇപ്രകാരം പറയുന്നു, കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം
നഷ്ടപ്പെടും. സദൃശ്യം 24:10 വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടപ്പെടും. അപ്പൊ കഷ്ടതയ്ക്കകത്ത് പ്രതിസന്ധി പറഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശയറ്റു പോകാൻ സാധ്യതയുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അതെ, ആശയം അതാ. പക്ഷേ ഇന്ന് പകൽ കുഴഞ്ഞു പോകാനിടയാകരുത്. ആ പ്രതിസന്ധിക്കകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തളർന്നു പോകാനിടയാകരുത്. തളർന്നു പോയാൽ, മനസ്സ് തളർന്നു പോയാൽ, ദൈവത്തിലുള്ള ആശയം തളർന്നു പോയാൽ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പ്രത്യാശ അവനിൽ വെച്ചുകൊണ്ട് പറയണം, ഈ കഷ്ടതയ്ക്കകത്തും ഞാൻ ജീവിക്കും. ഈ കഷ്ടതയ്ക്കകത്തും നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് ആത്മാവിൽ എത്ര പേർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. കഷ്ടതയ്ക്ക് വിവിധമായ അവലോകനങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഭൗതികമായ കഷ്ടതകളുണ്ട്, മാനസികമായ കഷ്ടതകളുണ്ട്, ആത്മീയ കഷ്ടതകളുണ്ട്. ഭൗതിക കഷ്ടതകൾ എന്ന് പറയുമ്പോൾ രോഗം, ദാരിദ്ര്യം, ദുഃഖം, മരണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജോലി ഇല്ലായ്മ, ജോലി ചെയ്തിട്ടും സാലറി ഇല്ലായ്മ, ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഭൗതിക കഷ്ടതകൾ. എന്നാൽ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോകുന്നു. അത് നമ്മൾ മാനസികമായിട്ട് വളരെയധികം നിരാശയിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജോലി നഷ്ടപ്പെടുന്നു. പ്രതീക്ഷിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടത്. പിന്നെ അത് വല്ലാത്തൊരു നിരാശയാണ്, മാനസികമായി. ആദ്യമൊക്കെ അടുത്തൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുമെന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടായിരിക്കാം. പക്ഷെ ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ മാനസികമായിട്ട് എന്ത് ചെയ്യും? പറഞ്ഞേ, നിരാശയുടെ അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആത്മീകമായിട്ട് വിശ്വാസത്തിൽ ചില സമയങ്ങളിൽ നമുക്കുണ്ടാകും, അയ്യോ ഇത് ശരിയാണോ, ഞാൻ ആരാധിക്കുന്നത് ശരിയാണോ, ഞാൻ പാടുന്നത് ഇങ്ങനെ ഉറക്കെ പാടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ളത് ഒരു സംശയം വരുമ്പോൾ നമുക്ക് ആത്മീകമായിട്ട് ചില പ്രയാസങ്ങൾ സംഭവിക്കും. പിന്നെ അടുത്തൊരു പ്രശ്നമാണ്, നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു വ്യക്തി ദൂത് പറയുകയും അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്കും അകത്തളങ്ങളിൽ എനിക്കും അവരെ പോലെ എനിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് സുരേഷ് ബാബു പാസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ കോശി വൈദ്യം പാസ്റ്ററൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്കും അവരെ പോലെ പ്രസംഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പല പ്രശ്നങ്ങളും നടത്തി നോക്കുമായിരുന്നു. ഇന്നും നേരെയായിട്ടില്ല. അപ്പോഴും എനിക്ക് എൻ്റെ അകത്തും പല പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെ പോലെ എനിക്കും പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ അകത്ത് വരുമ്പോൾ ആത്മീകമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നിരാശയാണ്, ഒരു പ്രശ്നമാണ്. കർത്താവ് എനിക്ക് അതുപോലെയൊന്നും പ്രാർത്ഥിക്കാം. ചില പാസ്റ്റേഴ്സിനൊക്കെ പറ്റി നമ്മുടെ ചർച്ചയിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദൈവമേ, അതുപോലെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ എന്ന് നേരെയാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടതയാണ്, ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, ഈ കഷ്ടതയുടെ നടുവിനകത്തും നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. ഒരു പാട്ടിപ്രകാരമുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ഇന്ന് വരെ അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും ഒരു രാത്രിയും ഇന്ന് വരെ പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും ഒരു വേദനയും ഇന്ന് വരെ കുറയാതിരുന്നിട്ടില്ല. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ പാട്ടുകാരനോട് ചേർന്ന് നിങ്ങൾ പറയണം, ഇന്ന് പകൽ ഒരു രാത്രിക്ക് ഒരു പകലുണ്ടെങ്കിൽ, ഒരു പകലിനൊരു രാത്രി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റും പേമാരിയും വിധിച്ചിട്ട് അത് എല്ലാ ദിവസവും പെയ്തുകൊണ്ടിരുന്നില്ല. നോഹയുടെ കാലഘട്ടത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ജലപ്രളയം ഉണ്ടായിട്ട് 2025 പ്രളയത്തിൽ മുങ്ങിത്താണ് പോയിട്ടില്ലെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയണം, ഈ കഷ്ടത ഉണ്ടായിക്കോട്ടെ, ഈ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഈ ഞെരുക്കമുണ്ടായിക്കോട്ടെ, ഇതിൽ നിന്ന് ഞാൻ ജയിച്ചു കയറുന്ന ഒരു ദിവസമുണ്ട്. അവന്റെ പ്രത്യാശ, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയ, അവന് ഞാൻ രക്ഷ പ്രാപിക്കും. കഷ്ടകാലത്ത് കുഴഞ്ഞു പോയാൽ ബലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രസംഗം ഇതാണ്, കഷ്ടതയുടെ കാലങ്ങളെ ഇനി എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്യാം? കഷ്ടതയുടെ കാലങ്ങളെ എങ്ങനെ തരണം ചെയ്യാം? കഷ്ടതയുടെ കാലങ്ങളെ തരണം ചെയ്യാം. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 11:28 പറയുന്നു, അധ്വാനിക്കരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എവിടെയെങ്കിലും പോയി നിൽക്കുന്ന ഒരുത്തനെ ആശ്വസിപ്പിക്കാന്നല്ല പറഞ്ഞത്, എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ആശ്വസിപ്പിക്കാന്നല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ അടുക്കൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കൽ,
ആ ദൈവകൃപയ്ക്കകത്തേക്ക് വരുന്ന നിന്നെ ആശ്വസിപ്പിക്കാൻ ആ കർത്താവ് വിശ്വസ്തനാണ്. ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ, ഈ കഷ്ടതയിൽ നിന്ന് നിനക്ക് നീക്കുപോക്ക് വേണമോ, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെയൊക്കെ പ്രശ്നം, എന്തെങ്കിലും പ്രതിസന്ധി വന്ന, പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ പലപ്പോഴും നമ്മുടെ ആശ്രയം ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും ഒരു 90% നമ്മൾ ആശ്രയിക്കുക മനുഷ്യനിലായിരിക്കും, അല്ലെങ്കിൽ നമ്മിൽ തന്നെയായിരിക്കും ആശ്രയിക്കുക. ശരിയല്ലേ സഹോദരരെ? പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, കർത്താവേ അതിന്മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണമേ എന്ന്. പക്ഷേ 90% എഫേർട്ട് നമ്മെ തന്നെ ചെയ്യും. പക്ഷേ ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങൾ കൈമാറുകയാണ്, നിന്നെക്കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നീ നോക്കിയിട്ട് നടക്കാത്ത വിഷയമാണെങ്കിൽ, ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് കർത്താവിനോട് നിലവിളിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയിട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഏത് വലിയ ഭാരമായിക്കോട്ടെ, ഏത് വലിയ പ്രശ്നമായിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തോട് പറയുവാൻ തയ്യാറാകുമ്പോൾ, അവനെ ആശ്വാസം നൽകാമെന്ന ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിൽ നിന്നാലും ഞാൻ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, എൻ്റെ ഭാരങ്ങളെ നീക്കുന്ന, എൻ്റെ പ്രശ്നങ്ങളെ നീക്കുന്ന, എൻ്റെ കഷ്ടതകളെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ഒരു കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കഷ്ടതയുടെ നടുവിൽ നിന്ന് രണ്ടാമത് ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ശക്തി നേടുക. പ്രാർത്ഥനയിലൂടെ ശക്തി നേടുക. പ്രാർത്ഥനയിലൂടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട്. ഫിലിപ്പിയർ 4:6-7, 4:6-7 വരെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. പ്രാർത്ഥനയുടെ ശക്തി, ഈ സഭയിൽ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. പ്രാർത്ഥനയുടെ ശക്തി ഒന്നല്ലെങ്കിൽ മറ്റൊരു കുടുംബം നന്നായി രുചിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയേണ്ട. എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടേണ്ടതിനായി, നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കപ്പെടേണ്ടതിനായി ഒരു ഉദാഹരണം പറയുക. ബൈബിളിൽ നിന്ന് യോനയോട് പറഞ്ഞു നിനവേ ചെന്ന് പ്രസംഗിക്കാൻ. യോനയുടെ ദൗത്യം നിനവയെ മൊത്തം, ദൈവം കൊടുത്തിരിക്കുന്ന ഉദ്ദേശം നിനവയോട് സുവിശേഷം പറഞ്ഞ് അതിനെ മൊത്തം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് യോനയ്ക്ക് കൊടുത്ത ദൗത്യം. ഏറ്റവും വലിയതാ. ഒരു പട്ടണത്തെ മുഴുവനുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യമാണ്. പക്ഷേ യോനയ്ക്ക് യോനയുടെ ദൗത്യത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നും തോന്നാത്തതുകൊണ്ട് പുള്ളിയുടെ വഴിക്ക് ഒറ്റ പോക്ക് പോയി. നമ്മളും ഇതുപോലെയൊക്കെയാണ്. ദൈവം നമ്മെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ദൗത്യത്തെ പറ്റിയൊന്നും നമുക്കും വലിയ ബുദ്ധിയൊന്നും അത് അന്വേഷിക്കാനുള്ള സമയമില്ല. ദൈവം നമ്മളോട് പറഞ്ഞാൽ പോലും നമുക്കതിനൊന്നും നേരവും കിട്ടത്തില്ല. യോന ഇതുപോലെയാ. യോന ഒറ്റ പോയി പുള്ളിയുടെ ഇഷ്ടത്തിന് പോയ വഴിക്ക് പുള്ളിക്ക് ഉള്ള വടിയും കിട്ടി. അപ്പോൾ ഇപ്പോൾ പുള്ളി നോക്കിയ ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഏതൊരു വസ്തുവും വയറ്റിനകത്ത്, ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വയറ്റിനകത്ത് എല്ലാ മുള്ളും എല്ലാ പല്ലും പോയിട്ടും അതും ദഹിച്ച് വെളിയിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ മത്സ്യത്തിൻ്റെ വയറിനകത്ത് പോയ യോന എന്ന് പറയുന്ന ഒരു അളിഞ്ഞ വസ്തുവായിട്ട് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലകളിൽ ആ മത്സ്യം വിഴുങ്ങിയ ഒന്നുപോലും ജീവനോടെ വെളിയിൽ വന്നിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസം ഒരു സംതിങ് ഡിഫറൻറ്റ് ആ മത്സ്യത്തിനകത്തുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ഭക്തൻ അതിനകത്ത് പെട്ടുകിടക്കുക. കയ്യിലിരിപ്പ് കൊണ്ടാ, പക്ഷേ ദൈവത്തിന് ഉദ്ദേശമുള്ളവനായതുകൊണ്ട് അവൻ്റെ മാംസപിണ്ഡം പോലെ പുറത്ത് ഛർദ്ദിച്ചു കളയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി യോനയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു. അവിടം കൊണ്ട് തീർന്നില്ല. ഇന്നലെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത യോന ദൈവത്തിന്റെ വഴി വിട്ടു പോയിട്ടും അവനെ കൊണ്ട് തന്നെ നിനവയ്ക്കെതിരെ പ്രസംഗിപ്പിക്കാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കൃപ അവന് വേണ്ടി ചൊരിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാ. ഈ കഷ്ടതയ്ക്കകത്ത്, പ്രതികൂലത്തിനകത്ത് പലപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയിട്ടുണ്ടാകാം. എന്നാലും ദൈവത്തിന്റെ പദ്ധതി നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം ാണെങ്കിൽ അതിനുവേണ്ടി ദൈവം ചില പദ്ധതികളുടെ, ചില വേദനകളുടെ കടത്തിവിട്ടേക്കാം. ആ പരിശോധനയ്ക്കകത്തും നിന്നുകൊണ്ട് പറയുന്ന ഈ കഷ്ടതയ്ക്കകത്തും എന്റെ ദൈവം എന്നെ ജീവിപ്പിക്കും. മത്സ്യത്തിന്റെ ഒരു വെപ്രാളം നോക്കണേ. എടാ, പുള്ളിക്ക് ഇന്നലെ വരെ ഉണ്ടാകാത്ത പ്രശ്നം ഇപ്പോൾ വയറിനകത്ത്. ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ല.
എന്തോ ഒരു സാധനം പുള്ളി ഒന്ന് വിഴുങ്ങി, അതോടെ പുള്ളിക്ക് ഇപ്പോൾ പരക്കം പാച്ചില്ല. ദൈവം ചിലതിനെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ കടലിനകത്ത് പോയി പെട്ടാലും, അതിനിങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നെടുവീർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും പിറുപിറുപ്പിൻ്റെയും കടലിനകത്താണ് നീ പെട്ട് നിൽക്കുന്നതെങ്കിലും, നിരാശയ്ക്കകത്ത മുൻപോട്ട് പോകുവാൻ കഴിയാത്ത കടലിൻ്റെ നടുക്കാണ് നീ നിൽക്കുന്നതെങ്കിലും, ആത്മാവിൽ നീ വിളിച്ചു പറയണം, എന്നെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്തെടുക്കാനുണ്ട്, എന്നെ കുറിച്ച് ചില വാഗ്ദത്തങ്ങൾ ഈ ഭൂമി കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്, അത് നിവർത്തിക്കപ്പെടുന്ന സമയമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുകയാ. ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ശക്തിയോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നോക്കിക്കേ, യോന ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ അവൻ പോയത് അവന്റെ ഇഷ്ടപ്രകാരമാണ് പോയത്. എന്നിട്ടും ദൈവത്തിന്റെ കരുണ നോക്കിക്കേ, ദൈവത്തിന്റെ കരുണ നോക്കി, അവനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. അവിടെ കൊണ്ട് പ്രസംഗിപ്പിച്ചു കഴിഞ്ഞപ്പം ആ പട്ടണം മൊത്തം അങ്ങ് പോന്നു. ആ പട്ടണം മൊത്തം ഉപവസിക്കാതിരിക്കുക. ഇന്ന് വരെ ഉപവാസം എന്താണെന്ന് അറിയാത്ത പട്ടണം മുഴുവൻ ഇപ്പം ഉപവസിക്കുക. ചിലതിന് അങ്ങനെയാണ്. ന്യായവിധി വരുമ്പോഴും ഉപവസിക്കാൻ, നിങ്ങൾ പറ, ന്യായവിധിയുടെ ദൂതൊക്കെ കേട്ട് കഴിയുമ്പോഴും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. ഞാനതിന് ഇങ്ങനെയും കൂടെ പറഞ്ഞ തെറ്റല്ലെന്ന് തോന്നുന്നു. ചില കഷ്ടതകൾ വരുന്നത് പ്രാർത്ഥിക്കാനും കൂടിയാണ്. നമ്മെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് ചില കഷ്ടതകൾ വരുന്നത്. ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ചില കഷ്ടതകൾ വരുന്നത്. ദൈവത്തോട് ദൈവസ്നേഹം യഥാർത്ഥമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില കഷ്ടതകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറയണം, കർത്താവേ, ഈ കഷ്ടതയുടെ നടുവിലും നീ എന്നെ ജീവിപ്പിക്കണമേ, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ എന്ന്. ഏലിയാവിനെ നോക്കി ഒരു ഉദാഹരണം പറയാം. 3-4 ഉദാഹരണങ്ങളുണ്ട്, എങ്കിലും ഒരു ഉദാഹരണം പറയാം. പ്രാർത്ഥനയുടെ ശക്തി. ഒറ്റ ഒരുത്തൻ നിന്ന് വെല്ലുവിളിച്ച് വെച്ചത് ഒറ്റ പ്രാർത്ഥന, കർത്താവേ തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങി കർമ്മേലിൻ്റെ മുകളിലുള്ള ബാളിൻ്റെ ആ എന്താ പറയുന്നത് ബലിപീഠത്തെ മുഴുവൻ മണ്ണടക്കം ദഹിപ്പിച്ചു കളഞ്ഞു. ഒറ്റ പ്രാർത്ഥന. ഞാൻ പറഞ്ഞിട്ടല്ല അതിന് മഞ്ഞ് പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. അടുത്ത പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, മഴ പെയ്യട്ടെ. ഇതേ മഴ പെയ്യുന്നു. എങ്ങനെ? പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുന്നൊരു കർത്താവ് പൊതുവിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിൻ്റെ അകത്തളങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം, കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ മുഴങ്ങട്ടെ. ഇന്ന് ആത്മാവിൽ ആരോടൊക്കെയോ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം, നിന്ന് വരെ നടക്കില്ലെന്ന് വിധി പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ നെടുമ്പാട വീണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവിൽ കൈമാറുകയാ. പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഭക്ത, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ഇറങ്ങി വന്നിരിക്കും. കാരണം അപ്പന് സ്നേഹമുള്ളത് കൊണ്ട് അവൻ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കും. ജീവിതത്തിനകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ പറയണം, കർത്താവേ, ഈ പ്രതികൂല സാഹചര്യത്തിനകത്ത് പ്രാർത്ഥനയോടെ ഞാൻ അതിനെ സമീപിക്കുകയാ. ഇന്ന് പകലിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഉറക്കെ പറയുക. മൂന്നാമത്തെ കാര്യം, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുകയാ. ഉറച്ചു നിൽക്കുക. ദൈവവചനം. കഷ്ടത വരുന്നുണ്ടോ, അത് നീ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷേ ഇതൊക്കെ പറയാൻ സാധ്യത വളരെ സുഖമാണ്. പക്ഷെ കഷ്ടതയൊന്ന് വന്നു നോക്കണം. കഷ്ടത അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്ന വെച്ചാൽ, ദൈവവചനത്തിൽ നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തു തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുക. 1 പത്രോസ് 5:10 പറയുന്നത്. 1 പത്രോസ് 5:10 യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഏത് കഷ്ടത വന്നാലും പ്രതികൂലം വന്നാലും ഉറക്കത്തില്ലെന്ന് ആരൊക്കെ വിധി പറഞ്ഞാലും, കഷ്ടതയ്ക്കകത്ത് നിന്നുകൊണ്ട് നീ പറയണം, എന്നെ ഉറപ്പിച്ച്
ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്ന്. എന്നെ ഉറപ്പിച്ച് ശക്തീകരിക്കും. പലപ്പോഴും ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം മതിയാക്കാം, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം, ഇനി തിരിഞ്ഞൊരു നോട്ടമില്ലെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആത്മാവിൽ ഞാൻ കൈമാറുകയാ, ദൈവവചനത്തിനകത്തേക്കൊന്ന് ഉറച്ചിട്ട് പറയണം, ഈ വരണ്ട ഭൂമിക്കകത്തും ഞാൻ നിർഭയമായി വസിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അനുസരിക്കുവാൻ തയ്യാറാ. നാളെ പട്ടിണി കിടക്കേണ്ടി വന്നാലോ, ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥ വന്നാലോ, എന്നെ ഞാൻ ദൈവവചനത്തിലും ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനും അതിനകത്തേക്കൊന്ന് ഇറങ്ങാനും തയ്യാറാകുമ്പോൾ വചനം നിന്നെ ഉറപ്പിച്ച് ശക്തീകരിക്കും, ഉറപ്പിച്ച് ശക്തീകരിക്കും, ഉറപ്പിച്ച് ശക്തീകരിക്കും. പലപ്പോഴും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പുസ്തകത്തിലെ വചനം എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. ഇന്ന് പകലിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, ആരുടെയും ഒരു മനുഷ്യൻ്റെയും വാക്ക് കേട്ടില്ല. ഇന്ന് ഈ ദിവസം ഇവിടെ ഈ 8ാമത്തെ ദിവസം മാർച്ച് 8-ാം തീയതി ഇവിടെ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. മനുഷ്യന്റെ വാക്ക് കേട്ടാൽ പലപ്പോഴും പരാജയം മണത്തേക്കാം, പരാജയത്തിനകത്ത് പെട്ടേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം സംസാരിച്ചിട്ട് നീ നിൽക്കുന്നെങ്കിൽ ആരൊക്കെ നിനക്ക് എതിരായി നിന്നാലും ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തളർന്നു പോകത്തില്ല. കാരണം വചനം നിന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇയ്യോബിനെ നോക്കിക്കേ, ഇയ്യോബിനെ നോക്കിയാൽ ഇയ്യോബിന്റെ ഭാര്യ പറയുന്നു പോയി ചത്തുകള മനുഷ്യയാണ്. ഇയ്യോബിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഞാൻ ഇന്നലെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ആ പുള്ളിയുടെ സ്ഥാനത്ത് അങ്ങോട്ട് നമ്മളാണെന്ന് ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ജോലിക്ക് പോകാന്ന് വെച്ചാൽ ഇതിന്റെ മണം കാരണം ഒരുത്തനും ജോലിക്ക് കയറ്റത്തില്ല. തുണിയിട്ടാലല്ല ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഷാജി രാസകലം ചൊറിയും ചരങ്ങും പിടിച്ചിരിക്കുക, പൊട്ടി ഒളിച്ചുകൊണ്ടിരിക്കുക. ഓട്ട് കഷ്ണം എടുത്ത് ചരണ്ടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പുള്ളിക്ക് കൈ എടുക്കാൻ നേരം കാണത്തില്ല ചൊറിഞ്ഞുകൊണ്ട്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. മുഴുവൻ വികൃതമായ ഒരു ശരീരം, ഒരു മനുഷ്യൻ പോലും സംസാരിക്കാൻ വരുന്നില്ല. ആകെയുള്ളൊരു ഭാര്യയായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് പോ ചത്തുകള മനുഷ്യയാണ്. എന്നാൽ മക്കളെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ അതുങ്ങൾ മുഴുവൻ മരിച്ചുപോയി. എന്നാൽ സമ്പാദ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദ്യം മുഴുവൻ ഓരോരുത്തർ കൊണ്ടുപോയി, ശത്രു കൊണ്ടുപോയി. നിങ്ങൾ ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഒന്നും വേണ്ട, നമ്മുടെ ജോലിയൊന്നും നഷ്ടപ്പെടട്ടെ. ഒരാൾക്ക് ജോലി ഉണ്ടാവരുത്, രണ്ടുപേരുടെയും കൂടെ ജോലിയൊന്നും നഷ്ടപ്പെട്ടു പോകട്ടെ. നിങ്ങളൊന്നും അവസ്ഥയൊന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട്. ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ജോലി കിട്ടാതെയൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. ചുരുങ്ങിയ അവേഴ്സേ ഉള്ളൂ. ആ അവേഴ്സും കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ രാജ്യത്ത്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, കർത്താവേ, അത് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് അച്ഛാ അതില്ല ഇതില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കും, കർത്താവേ, ഉള്ള ജോലിക്കായി ബാൻഡ് 6 എങ്കിൽ 6, 7 എങ്കിൽ 7, 5 എങ്കിൽ 5 അതെങ്കിലും ഉണ്ടല്ലോ. ജോലിക്ക് പോകാൻ ആരോഗ്യം കർത്താവ് തന്നിട്ടുണ്ടല്ലോ. ആരോഗ്യമില്ലാത്ത എത്ര എണ്ണം ഈ രാജ്യത്ത് വന്ന് പെട്ട് കിടപ്പുണ്ടെന്നറിയാമോ? നമുക്ക് അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഉള്ളത്. ശരിയല്ല ജസംബറേ? ഇപ്പം ഞാൻ പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ജസൻ്റെ ഇപ്പോൾ അടുത്തൊരു ദൗത്യം ഒരു വാഹനം മേടിക്കുക എന്നുള്ളതാണ്. ഒരു വാഹനം മേടിക്കുക. അതിനുവേണ്ടി രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. ജസൻ്റെ ആഗ്രഹം സാലറി കിട്ടുന്നുണ്ട്, അതിന് എങ്ങനെയെങ്കിലും ഒരു വാഹനം മേടിക്കണം. ഇവിടെ ഫാമിലീസായിട്ട് നിൽക്കുന്നവർക്ക് അടുത്തൊരു ഭവനം വാങ്ങണമെന്നൊരു ലക്ഷ്യമാണ്. ഇത് വാങ്ങാൻ ലക്ഷ്യം രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് സാലറി ഉള്ളതുകൊണ്ടല്ലേ? ഒരാൾക്ക് പോലും സാലറി ഇല്ലെങ്കിലോ, കർത്താവേ, ഇന്ന് പാല് മേടിക്കാനുള്ള വകുപ്പ് എങ്ങനെ ഒപ്പിക്കാം? ഇന്ന് ബ്രെഡ് വാങ്ങാനുള്ള, പാല് മേടിക്കാൻ 1.5 പൗണ്ടേ ഉള്ളൂ, ആ 1.5 പൗണ്ട് എങ്ങനെ ഒപ്പിക്കാം? 12 മുട്ട മേടിക്കാൻ 2.25 പൗണ്ടാണ് വേണ്ടത്, 2.25 പൗണ്ട് എങ്ങനെ ഒപ്പിക്കാമെന്നുള്ളതാ അവരെ പറ്റി. നമുക്ക് ജോലിക്ക് പോകാനുള്ള കഴിവ് കർത്താവ് തന്നില്ലേ?
പുറത്തിറങ്ങി നടക്കുവാനുള്ള കഴിവ് കർത്താവ് തന്നില്ലേ? ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? നമ്മുടെ അടുത്തൊരു ലക്ഷ്യം നടന്നില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ ജീവിക്കുവാൻ കർത്താവ് അവസരം നൽകുന്നത് ഓർത്ത് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? നമ്മുടെ ഇന്നുള്ളതിനെ ഓർത്ത് കർത്താവെ നന്ദി എന്ന് എത്ര പേർക്ക് പറയാം? അല്പസമയങ്ങളൊന്ന് നന്ദി പറഞ്ഞേ. കർത്താവെ, നീ എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് നന്ദി, നീ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, എൻ്റെ കുഞ്ഞിന് നന്ദി. എത്രയോ പേർക്ക് ഈ രാജ്യത്ത് വന്ന് കുഞ്ഞുങ്ങൾ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെന്നറിയാവോ? ജോലി നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. 2 പേർക്കും ജോലിയില്ലാതെ. ഈ കഴിഞ്ഞ ദിവസം 2 ഫാമിലി എന്നെ വിളിച്ചിരുന്നു, ജോലിയില്ലാതെ. പാസ്റ്റർ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊക്കെ തന്നിരിക്കുന്ന നല്ല അവസരത്തിന് കർത്താവ് നന്ദി എന്ന് എത്ര പേർക്ക് പറയുവാൻ പറ്റും? കർത്താവെ നന്ദി, നന്ദി കർത്താവ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തിനും നന്ദി. നോക്കിക്കേ, ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ഭാര്യ പറയുന്നു പ്രശ്നം. അവസാനം പുള്ളിയെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് പേരെണ്ണം വന്നു. പുള്ളിയുടെ കഷ്ടത കേട്ടോണ്ട് വന്നതാ. അവന്മാരും ഇപ്പം എന്താ പറയുന്നത്? നിന്റെ പ്രശ്നം മൂലമാണ്. അകത്തും പുറത്തും ഒരുപോലെ പീഡനം. ഇതിനകത്തും ഇയ്യോബിനെ പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. സ്വന്തം കൂടെ മരണത്തിൻ്റെ വരെ വക്കിലോളം ഞാൻ കൂടെ ഉണ്ടാകും അച്ഛാ എന്ന് പറഞ്ഞ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അങ്ങയെ മാത്രം സ്നേഹിച്ചും കൂടെ പറ. നിങ്ങൾ ആരും കല്യാണം കഴിക്കാത്തൊന്നും കഴിച്ചവരൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് ഉഭയസമ്മതം ചെയ്ത അങ്ങയെ മാത്രം സ്നേഹിച്ച് ആ പുള്ളിക്കാരിയാ പറയുന്ന പോയി ചത്തുകൂടെ മനുഷ്യയാണ്. ഇയ്യോബിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. വല്ലാത്തൊരു മാനസികാവസ്ഥ നിൽക്കുക. നമ്മളാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ അപ്പം തന്നെ ദൈവത്തിന് വേണ്ട, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട, ഉള്ള സമ്പാദ്യം മുഴുവൻ, ഒരായുസ് മുഴുവൻ നേടിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്നാ കാണിക്കാൻ ജീവിക്കുക? ദൈവത്തെ നമ്മളാണ് ഈ പറഞ്ഞതിനെ, ദൈവത്തെ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം, ആരാധിച്ചിട്ട് എന്നാ കാര്യം? ഇത്രയും നാൾ ഞാൻ തൊണ്ട കീറി തുള്ളിച്ചാടി ആരാധിച്ചതാ, 21 ഉപവസിച്ചതാ, 7 ഉപവസിച്ചതാ, 3 ഉപവസിച്ച പാസ്റ്റർ പറയുന്ന സകല കോട്ടേജ് മീറ്റിങ്ങിനും സകല മീറ്റിങ്ങിനും ലീവ് എടുത്ത് ഓഫ് ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടു പോയിട്ടുള്ള, എന്നിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് ഇത് വന്നു. ഇനി ഞാൻ അങ്ങോട്ട് ഇല്ല. പക്ഷെ ഇയ്യോബിനെ നോക്കിക്കേ, ആ പ്രശ്നത്തിനകത്തും ഉറപ്പിച്ച് നിർത്തിയിട്ട് അവൻ പറയാ, എന്നെ ശോധന ചെയ്താലും ഞാൻ പൊന്നുപോലെ പുറത്തു വന്നിരിക്കും. ഈ കഷ്ടത എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാ, എന്നെ ഇച്ചിരിയും കൂടെ ശുദ്ധീകരിച്ച് വെളിയിൽ കൊണ്ടുവരാനാ. ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ തളർന്നു പോകത്തില്ല. സദൃശവാക്യങ്ങളിൽ പറയുന്ന പോലെ ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ കുഴഞ്ഞു പോകത്തില്ല. കാരണം എന്നെ പേര് ചൊല്ലി വിളിച്ചത് എൻ്റെ കർത്താവാ. ഈ കഷ്ടതയ്ക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരും, ഈ കഷ്ടതയ്ക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരും. ഇന്ന് പകലിൽ പറയണം, കർത്താവേ, ദൈവവചനത്തിൽ എന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണമേ. ദൈവവചനത്തിനകത്ത് എന്നെ ഒന്ന് ഉറപ്പിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എന്നെ ഉറപ്പിക്കണമേ. യേശു പറഞ്ഞു, നിങ്ങൾ പോയി ലോകം മുഴുവൻ സുവിശേഷം പറയാൻ. അപ്പോസ്തലന്മാർ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾക്കും ഇതുപോലെയാണല്ലോ. കേട്ട ഉടനെ ദൂത് കേട്ട പിന്നെ ഭയങ്കര പ്രത്യാശയാ. പിന്നെ ഏട്ടം വലം നോക്കത്തില്ല, ഇറങ്ങിത്തിരിക്കും. പക്ഷെ അതിനകത്തുള്ള പ്രതിസന്ധിയെപ്പറ്റി കർത്താവ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. ശരിയല്ലേ? നിങ്ങൾ ഭൂലോകമൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. പ്രസംഗിക്കുമ്പോൾ അവരടിക്കും തുപ്പും ഇടിക്കും, അതൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം സുവിശേഷം അറിയിക്കുന്നതിനെതിരെ മനുഷ്യൻ തിരിഞ്ഞപ്പോൾ അവരവിടം കൊണ്ട് നിർത്തിയില്ല. രാജാക്കന്മാർ എഴുന്നേറ്റു, പരീശന്മാർ എഴുന്നേറ്റു, സദൂക്യർ എഴുന്നേറ്റു. പക്ഷേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിമിത്തം അവർ ആ വചനത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഞാനും സുവിശേഷം അറിഞ്ഞു. അവരെങ്ങാനും സുവിശേഷം അറിയിക്കാതെ പോയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് മഹനീയൻ ടെൽഫോർഡ് സഭ കാണാൻ സാധ്യതയില്ല. ഉണ്ടാകുമായിരിക്കും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സഭ ദൈവം ഉടലെടുത്തത്
ദൈവത്തിൻ്റെ വചനം ഞാൻ അറിഞ്ഞതുകൊണ്ട്, നിങ്ങൾ അറിഞ്ഞതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ ഉറച്ചു നിൽക്കുക. റോമർ 8:18 പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ലെന്ന് എണ്ണുന്നു. നമ്മുടെ പ്രശ്നം, കഷ്ടത വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ക്ഷമ നഷ്ടപ്പെടും. നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ക്ഷമ അങ്ങ് നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്. ഗൾഫ് കൺട്രീസിൽ നിന്നപ്പോൾ ബാങ്കിൽ ബാലൻസ് എങ്ങനെ കളിച്ചാലും ഒരു 50,000 രൂപ പറസാമേ എത്രയുണ്ടായിരുന്നു? മിനിമം ഒരു 50,000 രൂപ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല. 50,000 രൂപ എന്ന് വിചാരിക്കുക. ഇവിടെ വന്ന് എത്ര രൂപയുണ്ട് അഭിലാഷ ബാലൻസ്? പറയാൻ പറ്റത്തില്ല പാസ്റ്ററെ. നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങ് ഇറിറ്റേറ്റഡാ. സത്യമല്ല ജോയി ബദറെ? നമ്മൾ ഇറിറ്റേറ്റഡാ. എന്നാൽ ക്ഷമയോടെ അതിനകത്ത് നിൽക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറഞ്ഞു ഇല്ലയെന്ന് എനിക്കറിയില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരോട് ഉദാഹരണം പറയാം. 3 വർഷം കൊണ്ട് ഇവിടെ വീട് മേടിച്ച ആൾക്കാരുണ്ടാച്ച ഒരാളുടെ സാലറിക്കകത്ത് 3 പൊടിക്കുഞ്ഞുങ്ങളെയും വെച്ച് ഒരാളുടെ സാലറിക്കകത്ത് നിന്ന് ഇവിടെ വീട് വാങ്ങിയ ആൾക്കാരുണ്ടാച്ച മലയാളി, ഇംഗ്ലീഷുകാരൻ്റെ കാര്യമല്ല പറഞ്ഞ, മലയാളിയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ഷമയോടെ നിന്നാൽ നടക്കും. ചെയ്യണു നടക്കും. അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ പറയും, പാസ്റ്റർ ഞങ്ങൾ 2 പേരും താച്ചീന് കിടന്ന് പണിയെടുത്ത് നടക്കുന്നില്ല, പ്രാർത്ഥിക്ക്, കർത്താവ് വഴിയൊരുക്കും. പ്രത്യാശ ഉണ്ടായിരിക്കണം. പ്രത്യാശയുടെ സ്വീകാര്യം നീ മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. നിന്നെ ഇവിടെ നടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇവിടെ നടന്നില്ല, ഇനി ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ കാനഡയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോയിട്ട് ഞാൻ സെറ്റിലായാലേ ജീവിക്കാൻ പറ്റും. അല്ല, ഇവിടെ നടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിയുമ്പോഴേ നിൻ്റെ കർത്താവ് വളർത്തത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരു ചെടി കൊണ്ടുവന്ന് നേഴ്സറിയിൽ നിന്ന് നട്ട ഒരു ചെടി അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തുമ്പോൾ 2 ദിവസത്തേക്ക് പച്ചപ്പായി നിൽക്കും. 3ൻ്റെ അന്ന് വാടിക്കുഴഞ്ഞ് നിൽക്കും, എത്ര വെള്ളം ഒഴിച്ചാലും. പക്ഷെ 5ൻ്റെ അന്ന് താളെടുത്ത് പുറത്ത് വരുന്നൊരു ദിവസം 5ൻ്റെ അന്ന് അത് പുറത്ത് വരും. കാരണം നേഴ്സറിയിൽ നിന്ന് നട്ടപ്പോൾ അതിന് കൊടുത്ത പരിപാലനത്തിൽ ചെറിയൊരു വ്യത്യാസം ഈ ഭൂമിക്കകത്ത് നട്ടപ്പം വന്നു. അതിൽ നിന്ന് അത് പുഷ്ടി പ്രാപിച്ച് 5ൻ്റെ അന്ന് തളിർത്ത് പുറത്ത് വരുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുക. ഈ രാജ്യത്ത് കൊണ്ടുവന്ന് നടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥ പ്രതികൂലമായിരിക്കും, ജോലിയിൽ പ്രശ്നമുണ്ടായിരിക്കും. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദത്തം ഇവിടെ നടുമെന്നാണെങ്കിൽ അത് നട്ടൊരിക്കും. കർത്താവ് പറഞ്ഞത് വെറുതെ ബോഷ്ക്ക് പറഞ്ഞതല്ല. ഒരു പക്ഷെ നാളെ നടക്കുമെന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ദൈവത്തിൻ്റെ വളർച്ച നിന്നിലൂടെ നടക്കുന്നത്. പ്രതീക്ഷ അറ്റുപോകരുത്, കുഴഞ്ഞു പോകരുത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു കർത്താവാണ്. നിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കർത്താവല്ല, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നിൻ്റെ ക്ഷമയെ ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പുറത്തെടുത്തിട്ട് കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നിന്നെ പ്രവർത്തിപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നിലൂടെ പുറത്തു കൊണ്ടുവരുന്ന പകലായി ഇത് മാറട്ടെ. നമുക്കറിയാം, കനാന്യ സ്ത്രീയോട് മകളെ സൗഖ്യമാക്കുവാനായിട്ട് കർത്താവ് എൻ്റെ മകനെ സൗഖ്യമാക്കണമേ എന്നൊക്കെ പറയുമ്പം കർത്താവ് ഓടിച്ചു അന്ന് സൗഖ്യമാകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് ഉടനെ ടെസ്റ്റാണ് കൊടുത്തത്. നിങ്ങൾ വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15:22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ടെസ്റ്റാണ് കൊടുത്തത്. ആദ്യമേ അവളെ അങ്ങ് പരീക്ഷിക്കുകയാണ്. പക്ഷേ അവളുടെ ഹൃദയത്തിനകത്തെ പ്രത്യാശ അവൾ നഷ്ടപ്പെട്ടില്ല. കർത്താവ് എൻ്റെ മകളെ സൗഖ്യമാക്കും, കർത്താവ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാ. അതിനകത്ത് അവൾ വചനത്തിൽ ഉറച്ച് നിന്നതുകൊണ്ട് യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട്
യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ കുഞ്ഞിനെ സൗഖ്യം അവളെ അനുഗ്രഹിച്ചാണ് പറഞ്ഞു വിട്ടത്. ചിലതിനെ നോക്കി കർത്താവ് അങ്ങനെ പറയണം, എന്നെ നോക്കി കർത്താവ് പറയണം, ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേൽ കണ്ടിട്ടില്ലെന്ന് എന്നെ നോക്കി പറയുന്ന പകലുകളാക്കി കർത്താവെ ഇത് മാറ്റണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ വിശ്വാസം എവിടെയൊക്കെങ്കിലൊക്കെ ചോർന്നു പോയിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഈ കഷ്ടതയ്ക്കകത്തൊക്കെ ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ എൻ്റെ വിശ്വാസം ഈ കഷ്ടതയ്ക്കകത്തും എൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിലും എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന പ്രത്യാശയുള്ളവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കഷ്ടതയുടെ നടുവിൽ നടങ്ങുമ്പോഴും നല്ല ബന്ധങ്ങളുണ്ടായിരിക്കണം, നല്ലൊരു കൂട്ടുകെട്ടുണ്ടാകണം. ഏതാ? ഫുഡ് കഴിക്കാൻ ഇന്ന് നമുക്ക് മക്ഡി പോകാം, അല്ലെങ്കിൽ 5 ഗേസിൽ പോവാമെന്ന് പറയുന്ന കൂട്ടല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് നല്ലൊരു പാർക്കിൽ പോയാലോ എന്ന് ചോദിക്കുന്ന കൂട്ടുകെട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, നിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകാതെ കുഴഞ്ഞു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ കൂടെ നീ ചേർന്ന് നിൽക്കണം. ഇന്ന് പകലിൽ ആത്മാവിൽ കൈമാറുകയാണ്. മോശ ഇസ്രായേൽ ജനത്തെ മുഴുവൻ പരിപാലിച്ച് തളർന്നു നിൽക്കുമ്പോൾ യിത്രോ പറഞ്ഞു കൊടുക്കുക, നീ ജനത്തിൽ പ്രഭുക്കന്മാരായ നല്ലവരായ കുറച്ചെണ്ണത്തിനെ തിരഞ്ഞെടുത്തിട്ട് അവരെ കൈവച്ച് നിനക്ക് വേണ്ടി ചെയ്യുന്ന രീതിയിൽ അവരെ ആക്കി തീർക്കണം എന്ന് മോശയോട് പറയുമ്പോൾ, ദൈവത്തോട് ചോദിച്ച് മോശ അതിനുവേണ്ടി ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പരിപാലനത്തിൻ്റെ സ്ഥിതികൾ മാറ്റം വന്നു. മോശയുടെ സ്ഥിതിക്കും മാറ്റം വന്നു. അതുവരെ ഭക്ഷണം കഴിക്കുവാനോ റെസ്റ്റ് എടുക്കുവാനോ സമയമില്ലാതിരുന്ന മോശയ്ക്കും സ്ഥിതി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാണ്. നിന്നോട് ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ചിലതിനോട് കൂട്ടുകൂടി പിടിക്കുക, എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിന്റെ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരിക്കും. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കും നിശ്ചയമെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ പറ, കർത്താവേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണെന്ന്. നമ്മുടെയൊക്കെ പ്രശ്നം കൂട്ടുകൂടുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമ്മളെക്കാൾ ഇച്ചിരിയും കൂടെ പണമുള്ള, നമ്മളെക്കാൾ ഇച്ചിരിയും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടായിരിക്കും നമ്മൾ കൂട്ടുകൂടുന്നത്. ആണോ അല്ലയോ? പറ. അതെ. പക്ഷേ നീ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരെണ്ണത്തിൻ്റെ കൂടെ കൂട്ടുകൂടുക. പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ഉപവസിക്കുന്ന, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എന്നെ ഉപദേശിക്കുന്ന ചിലതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുകൂടാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ നല്ലതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴേ നമ്മളിലും കുറേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും പറയുന്നൊരു സെൻറ്റൻസാണ് ചില കാര്യങ്ങളിൽ. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് പറയാം. ഞങ്ങളുടെ സാറിനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പറയും, ഇപ്പം കൂട്ട് മറ്റേ പുള്ളിയായിട്ടാ തോന്നുന്നേ. അങ്ങനെ പറയാൻ കാരണമായിരിക്കും എന്തായിരിക്കും? കറക്റ്റ് ആണോ? അപ്പം നല്ലതിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ, പറ, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ, വചനം വായിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ, ആത്മാവിൽ ആരാധിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ, പറ, നിങ്ങൾ പറ, നിന്നോടുള്ള ദൂത. പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ചേർന്ന് നിൽക്ക്, വചനം വായിക്കുന്ന കൂടെ ചേർന്ന് നിൽക്ക്, ആരാധിക്കുന്നവൻ്റെ കൂടെ ചേർന്ന് നിൽക്ക്. നീയും അതുപോലെയായി മാറും. കാരണം നിന്നെ വിളിച്ചത് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടിയ അഭിലാഷ. ഇവിടം കൊണ്ട് അവസാനിക്കാൻ വേണ്ടിയല്ല, ഇവിടം കൊണ്ട് തീരാൻ വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. നിത്യതയ്ക്ക് വേണ്ടി ചിലതിന് ഒരുക്കപ്പെടാനും നീയും നിത്യതയിൽ കാണാൻ വേണ്ടിയാ കർത്താവ് വിളിച്ചതെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാ. ഇന്നലകളിൽ ആരോടൊക്കെയോ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇന്ന് പകൽ കർത്താവേ, ഞാനൊരു മടങ്ങി വരവിലേക്ക്, കൂടുതൽ പ്രാർത്ഥിക്കുന്ന, കൂടുതൽ ആരാധിക്കുന്ന, കൂടുതൽ ദൈവഭയത്തിൽ വളരുന്ന ഒരു സമൂഹത്തോട് ചേർന്ന് നിൽക്കുവാൻ യോഹന്നാനെന്ന് നോക്കിക്കേ. ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രതിസന്ധി, ഒരു കഷ്ടതയാണ് തൻ്റെ ജീവിതത്തിനകത്ത് വന്നേക്കുന്നത്. ഇന്നലെ വരെ കാണാത്തൊരു പ്രതിസന്ധി, ആരും അനുഭവിച്ചറിയാത്തൊരു പ്രതിസന്ധി. താൻ മാത്രം ഒറ്റയ്ക്ക് ഏകാന്തതയ്ക്കകത്തേക്ക് പോവുകയാണ്.
പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്തേക്ക് ഒരുത്തൻ മാത്രം എടുത്തെറിയപ്പെടുകയാണ്. ആ കഷ്ടതയ്ക്കകത്ത് കിടന്ന ഭക്തൻ അവിടം കൊണ്ട് കുഴഞ്ഞ് തളർന്ന് വീണു പോയില്ല. ഇന്നലെ വരെ പ്രാപിക്കാത്ത ദൈവിക ദർശനം അവൻ പ്രാപിച്ചെങ്കിൽ ഇന്ന് പകലിൽ ഈ കഷ്ടതയ്ക്കകത്ത് തളർന്നു പോകുമെന്ന് നീ വിധി പറഞ്ഞിരിക്കരുത്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട് അവനിൽ വചനത്തിൽ ഉറച്ചു നിന്നിട്ട് പറയണം, ഇന്നലെ വരെ പ്രാപിക്കാത്ത ഒരു ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയ ഈ കഷ്ടത എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാ. ഈ കഷ്ടത എൻ്റെ പ്രശ്നത്തെ മാറ്റിമറിക്കുന്നതാ. ഇന്ന് പകലിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, നല്ലവരുടെ കൂട്ടത്തിൽ എന്നെ ഒന്ന് ഇരുത്തണമേ. ആത്മീകതയിൽ ഉറച്ചു നിൽക്കുന്ന, വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിന് നേരെ കർത്താവ് എന്നെ ഒന്ന് ആക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ശൗല് രാജാവായിരിക്കുമ്പോൾ സ്വാഭാവികമായും മകനാ രാജാവാകേണ്ടത്, ശരിയല്ലേ? യോനാഥാൻ രാജാവാകണമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാണെന്ന് മനസ്സിലാക്കിയ യോനാഥാൻ തൻ്റെ സാധാരണ നടക്കുന്ന നടപ്പിനെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി രാജാവാകാൻ ദാവീദിന് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്കതിൻ്റെ ആശയം മനസ്സിലായി കാണില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും ശൗല് രാജാവായ ശൗല് സ്ഥാനം ഒഴിയുമ്പോൾ സാധാരണ നടക്കേണ്ടത് ആർക്കായിരിക്കും? മകനിലേക്കായിരിക്കും നടക്കേണ്ടത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലെന്ന് യോനാഥാന് മനസ്സിലായിട്ട് യോനാഥാൻ ദാവീദിനോട് പറയുക, നീയാടാ രാജാവ്. ഇതാ നല്ലതുമായി കൂട്ടുകൂടിയാലുള്ള ഗുണം, ദൈവമയമായ ഉള്ളതിനോട് കൂട്ടുകൂടിയാലുള്ള ഗുണം, പ്രാർത്ഥിക്കുന്ന ചിലതിനോട് കൂട്ടുകൂടിയാലുള്ള ഗുണം ഇതാ. ശൗല് ദാവീദിനെ കൊല്ലാൻ തീരുമാനിച്ച് അതിനുവേണ്ടി സകല സന്നാഹങ്ങൾ ഒരുക്കുമ്പോഴും യോനാഥാൻ വിളിച്ചിട്ടാ, അപ്പൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പൻ നിന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം യോനാഥാൻ്റെ വാക്ക് കേട്ട് ചാടിപ്പോയതുകൊണ്ട് ചത്തില്ല. എന്നാൽ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ശൗലിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നൊരു മകനാണെങ്കിൽ എത്രയൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പനോട് സ്നേഹമില്ലാതിരിക്കുമോ? ഇത്രയും സൗകര്യമായിട്ട് രാജാവാകേണ്ട ഞാൻ ദാവീദിന് വേണ്ടി എന്തിനു മാറിക്കൊടുക്കണമെന്ന് എന്താ ചിന്തിക്കാതിരുന്നേ? അഭിഷേകമുള്ളതിനോട് ചേർന്ന് നീയും അഭിഷേകമുള്ളവനാകും. ശൗല് കഴുതകളെ നോക്കിയാൽ പോയി, അപ്പൻ്റെ കഴുതകളെ നോക്കിയാൽ പോയി, പ്രവാചകണം പ്രവചിച്ചു കൊണ്ട് വരുമ്പോഴത്തേനും അവൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചു, അവനും പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് ആത്മാവിൽ കൈമാറുകയാ. പ്രാർത്ഥിക്കുന്ന നിന്നോട് കൂടെ ചിലത്, പ്രാർത്ഥിക്കാത്ത ചിലത് വരുമ്പോൾ നീയും പ്രാർത്ഥിക്കാത്തവനായി മാറുകയല്ല, പ്രാർത്ഥിക്കാത്ത ചിലത് നിന്നോട് ചേർന്ന് വരും, അവരും പ്രാർത്ഥിക്കുന്നവരായി മാറണം, അവരും ആരാധിക്കുന്നവരായി മാറണം. അങ്ങനെ ഒരു അഭിഷേകം കർത്താവ് എൻ്റെ മേലൊന്ന് ഇറക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വിശ്വസ്തന്മാരായ, ദൈവഭയമുള്ള, വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ചിലത് സഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് എഴുന്നേൽക്കട്ടെ. നിന്നോട് ചേരുന്നതും അതുപോലെയുള്ളവരായി മാറി. നമുക്ക് അറിയാം, ജോലി സ്ഥലത്തും അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലൊക്കെ പ്രാർത്ഥിക്കാത്തവരുണ്ടായിരിക്കും. പക്ഷെ നിന്നോട് വന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കണം. ഏതെങ്കിലും നിന്ന് നദി പുറപ്പെട്ട് പോകുന്ന വഴിക്കൊക്കെ ചത്ത മത്സ്യങ്ങൾ ഉണ്ടായെന്നല്ല, അവിടെ ജീവനുള്ളതാക്കി മാറ്റിയെങ്കിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ നീ സഞ്ചരിക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ ആ മേഖലകൾ ജീവനുള്ള, ചൈതന്യമുളവാക്കുന്നതായി മാറട്ടെ ഈ ദിവസങ്ങളിൽ. യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം, ജീവകിരീടം പ്രാപിക്കും. ഈ കഷ്ടതയുടെ നടുവിലും ഒരു പ്രതിഫലമുണ്ടെന്ന്, അതിനായി കാത്തിരിക്കുക. പൗലോസ് തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ഓടി, ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. തൻ്റെ നിര്യാണകാലം അടുത്തു.
എന്നിട്ടും കർത്താവ് എന്തിന് എൻ്റെ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിനകത്ത് വന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. പൗലോസ് പറയുന്നു, ജീവൻ്റെ കിരീടം എനിക്ക് വേണ്ടി. ആ ഉറപ്പും പ്രത്യാശയും എത്ര പേരുടെ ഹൃദയത്തിനകത്തുണ്ട്? ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ മുങ്ങിത്താണ് പോകും, അത്രയും പ്രാർത്ഥിച്ചിട്ടും അത്രയും കടന്ന് ഉപവസിച്ചിട്ടുണ്ടായിരിക്കും, എന്നിട്ടും അവൻ്റെ ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും അവൻ മാറിയില്ല. ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും അവൻ മാറിയില്ല. രോഗമുണ്ടായിരുന്നിട്ടും, പ്രതികൂലമുണ്ടായിരുന്നിട്ടും, കപ്പൽ ഛേദമുണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മാറ്റിമറിക്കാൻ കഴിയാത്ത ഒരു പ്രത്യാശ അവൻ്റെ ഹൃദയത്തിനകത്തിരുന്നു. ദൈവം എനിക്ക് ഒരു നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകലിൽ ആത്മാവിൽ കൈമാറുകയാണ്. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഇതോടുകൂടി അവസാനിച്ചു എന്ന് വിധി പറയരുത്. പകരം എനിക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ടെന്നുള്ള വിശ്വാസം ഹൃദയത്തിനകത്ത്, പ്രത്യാശ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞു, നിന്റെ സന്തതി നക്ഷത്രങ്ങളെപ്പോലെയാകും, നിന്റെ സന്തതി കടൽക്കരയിലും മണൽ പോലെയാകുമെന്നൊക്കെ. പക്ഷെ 100-ാമത്തെ വയസ്സായിട്ടും ഒരനക്കവുമില്ല. നീണ്ട 25 വർഷങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന സമയമായപ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തം പുറത്തു വരേണ്ട സമയമായപ്പോൾ അത് പുറത്തു വന്നെങ്കിൽ ഇന്ന് പറയിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ, ദൈവം പറഞ്ഞത് അനുസരിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ക്ഷമയോടെ കേട്ട് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവം പറഞ്ഞ സമയത്ത് നക്ഷത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ കൊണ്ട് അവസാനിക്കുമെന്നല്ല, നക്ഷത്രങ്ങളെ പോലെ തന്നെ നിനക്ക് വേണ്ടി പ്രതിഫലങ്ങളെ നൽകും. ഇന്ന് പകൽ കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ, കർത്താവേ, ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ മുങ്ങിത്താണു പോകാനല്ല, ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ തളർന്നു പോകാനല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ, പ്രാർത്ഥനയോടെ അതിനെ സമീപിക്കുവാൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ലെങ്കിലും, ഒരു കാറ്റും അടയാതിരുന്നിട്ടില്ലെങ്കിലും, ഇന്നലകളിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. കർത്താവേ, ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനായവനിലേക്ക് ഞാൻ എന്റെ പ്രശ്നത്തെ കൈമാറുകയാണ്. അവൻ അതിന് പരിഹാരം നൽകുന്നു. വിശ്വസിക്കുന്നവരുടെ ആദരങ്ങളെ തുടർന്ന് അല്പസമയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് പകലിൽ ഏത് കഷ്ടത വന്നോട്ടെ, ഏത് പ്രതികൂലത്തിൻ്റെ കാലാവസ്ഥകൾ സംഭവിച്ചോട്ടെ, ഏത് ഞെരുക്കം വന്നോട്ടെ, കർത്താവേ, എന്നെ അതിൽ നിന്ന് പൊന്നുപോലെ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിച്ച് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടി നിന്റെ വലം കൈ കൊണ്ട് എന്നെ രക്ഷിക്കുന്ന ഒരു പകലായി കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.